നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മാടായിപ്പാറ സംരക്ഷണ സമിതി പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം നീക്കലിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു പരിപാടികൾ. സന്ദർശകർ കൂടി ഉദ്യമത്തിൽ പങ്കാളികളായാൽ മാത്രമേ മാലിന്യത്തിന് അറുതി വരുത്താൻ ആവുകയുള്ളൂ എന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി കൃഷ്ണൻ പറഞ്ഞു. മാടായിപ്പാറയിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കലിന് വീണ്ടും തുടക്കം കുറിച്ചുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. മാലിന്യം നീക്കൽ തുടരുമെങ്കിലും സന്ദർശകർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പാറയിൽ കൊണ്ടുവന്ന് തള്ളുന്നത് നിർത്തിയാൽ മാത്രമേ ഇവിടെ മാലിന്യത്തിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂവെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി കൃഷ്ണൻ പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സന്ദേശം. ആ സന്ദേശത്തല്ല എല്ലാവർക്കും മരം നട്ടിട്ട് ഇപ്പോ ഫോട്ടോ വരണം. അതാണ് ഇപ്പൊ പൈസയുണ്ട്. അപ്പൊ നമ്മളിപ്പോ നമ്മളെന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മള് ഈ പരിസ്ഥിതി ദിനം മാലിന്യം കുറക്കലും പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം പൊറുക്കല് പൊറുക്കല് എന്നുള്ള ഒരു ചടങ്ങ് നമ്മളിപ്പോ തുടങ്ങുന്നു. സന്ദർശകർ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനത്തിന് സമിതി സെക്രട്ടറി കെ.പി. ചന്ദ്രാംഗതൻ, രഞ്ജിത്ത് സർക്കാർ, നാരായണൻ നെട്ടൂർ, കവി രാമകൃഷ്ണൻ കണ്ണോം, ടി.എസ്. വിശ്വനാഥൻ, എ.വി. ചന്ദ്രൻ, ബദരി നാരായണൻ, ഇ. ബാലകൃഷ്ണൻ, വി. ചന്ദ്രൻ, പി വിജയൻ, ടി.പി. സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. എ.വി. ചന്ദ്രൻ മാഷ് കുന്നുകളുടെ വിലാപം എന്ന കവിത ചൊല്ലി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു.